കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി IAS ട്രെയിനിങ്ങിന് വേണ്ടി മസൂറിലേക്ക് പോയിരിക്കുവാണ്. മാത്രമല്ല കുടുംബശ്രീ ഹോട്ടലിലാണെങ്കിൽ ശാരദാമ്മയില്ല. ശാരദാമ്മയും എങ്ങോട്ട് പോയി? ശാരദാമ്മയുടെയും മക്കളുടെയും ഒരു വിവരവും ഇല്ല. അവരുടെ ആ നല്ല കുടുംബത്തെ പിരിച്ചത് നീ കാരണോ? നിന്റെ വാശികളാ. അങ്ങനെയൊക്കെ ബാമയോട് പറയുവാണ് രാഘവൻ നായർ. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. അങ്ങനെ ശാലിനിയുടെ കുഞ്ഞ്, അതായത് ശ്യാമക്ക് കൊടുത്ത കുഞ്ഞുണ്ടല്ലോ, അതൊക്കെ സത്യഭാമയുടെ വീട്ടിൽ വളർന്ന് 6 വയസ്സുള്ളൊരു പെൺകുട്ടിയായിരിക്കുകയാണ്. പ്രമോയിൽ കാണിക്കുന്നത് അവിടെ ഭാമയുടെ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫാമിലി ഫോട്ടോയിൽ നോക്കിയിട്ട് കുട്ടി ചോദിക്കുക, മുത്തശ്ശി അതെന്താ ആ ഫോട്ടോ മാത്രം മുഖം മറച്ചിരിക്കുന്നത്? അതാരാ മുത്തശ്ശി? അങ്ങനെ ആ മോളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഭാമ ഉത്തരം പറയാതെ രാഘവനെയും വിഷ്ണുവിനെയൊക്കെ നോക്കുവാണ്. ഈ സമയം വിഷ്ണു ആണെങ്കിൽ വല്ലാത്ത സങ്കടഭാവത്തിൽ ആ ഒരു ഫോട്ടോയിലെ ശാലിനിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ഭാമയുടെ വീട്ടിലേക്ക് ഒരു വണ്ടി പോലീസുകാരെത്തുവാണ്. അപ്പോൾ പതിവില്ലാതെ പോലീസിനെയൊക്കെ കണ്ട് വിഷ്ണുവും ഭാമയൊക്കെ വല്ലാതെ ടെൻഷനാവുന്നുണ്ട്. സത്യത്തിൽ ഈ പോലീസുകാരെ അയച്ചത് സുസ്മിതയാണ്. സുസ്മിത ഇപ്പോൾ പാർട്ടിയിലും മറ്റുമൊക്കെ ഉയർന്ന പദവിയിലൊക്കെയാണുള്ളത്. അപ്പോൾ ഈ തക്കത്തിന് ഭാമയുടെ കുടുംബത്തിൻ്റെ അസ്ഥിവാരം ഉറക്കാനാണ് സുസ്മിതയുടെ തീരുമാനം. ഇപ്പോഴാണെങ്കിൽ ഭാമക്ക് പഴയ പോലെ ആ ഒരു പവറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭാമേനെയും വിഷ്ണുവിനെയും പരമാവധി ഉപദ്രവിക്കാൻ തന്നെയാണ് സുസ്മിതയുടെ തീരുമാനം. അതിനായിട്ട് വിഷ്ണുവിനെതിരെ ഒരു കള്ളക്കേസും സുസ്മിത തയ്യാറാക്കുന്നുണ്ട്. വണ്ടി പോകുന്ന വിഷ്ണുവിനെ സുസ്മിത ഏർപ്പാടാക്കിയ പോലീസുകാർ തടഞ്ഞു നിർത്തുകയും ചെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കാറിലെന്തോ ചെക്കും ചെയ്യുന്നുണ്ട്. ഈ സമയം വിഷ്ണുവിനെ കൊടുക്കാനായിട്ട് കാറിലെന്തോ ഒളിപ്പിച്ച് വെക്കുവാണ് അവർ. അങ്ങനെ സുസ്മിതയുടെ ചതിയിൽ കുടുങ്ങി വിഷ്ണു പോലീസ് സ്റ്റേഷനിലാവുന്നുണ്ട്. ഈ വിവരം പറഞ്ഞ് വിഷ്ണുവിനെ പുറത്തിറക്കാനായിട്ട് ഭാമയും അർജുനുമൊക്കെ പോലീസ് സ്റ്റേഷനിലെത്തുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് കളക്ടറായിട്ട് ചാർജ് എടുക്കാൻ കളക്ടറേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ശാലിനിയാണ്. ഈ സമയം പുതിയതായിട്ട് വരുന്ന കളക്ടറിനെ സ്വീകരിക്കാനായിട്ട് സുസ്മിതയുടെ ഭർത്താവും അവിടുത്തെ ബാക്കിയുള്ള മെമ്പേഴ്സും പിന്നെ സുസ്മിതയുടെ അമ്മാവൻ ചന്ദ്രബോസും എല്ലാവരും അവിടെ കാത്തു നിൽക്കുമായിരിക്കും. ഈ സമയം ശാലിനി കാറിൽ നിന്ന് ഇറങ്ങി വരുവാണ്. അങ്ങനെ IAS ആയി വന്ന ശാലിനിയെ കണ്ട് കണ്ണും തള്ളി നിൽക്കുവാണ് സുസ്മിത. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്